ലോകത്തിന്ന് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന വിഭാഗം ക്രൈസ്തവരാണെന്ന് യൂറോപ്യൻ പാർലമെന്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ചരിത്രത്തിലാദ്യമായി ക്രിസ്ത്യാനോഫോബിയ എന്ന പദം ഒരു ഔദ്യോഗിക പ്രമേയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പാർലമെന്റ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഈ വർഷം സ്ട്രാസ്ബർഗിൽ അംഗീകരിച്ച 2025 വാർഷിക മനുഷ്യാവകാശ റിപ്പോർട്ടിലാണ് നിർണായകമായ ഈ പരാമർശങ്ങളുള്ളത്. ലോകമെമ്പാടുമായി 38 കോടിയിലധികം ക്രൈസ്തവർ മതപരമായ പീഡനങ്ങൾ നേരിടുന്നുണ്ടെന്ന് പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു. ഇസ്ലാമോഫോബിയ തടയുന്നതിനായി യൂറോപ്യൻ യൂണിയൻ പ്രത്യേക കോർഡിനേറ്ററെ നിയമിച്ചിട്ടുണ്ടെങ്കിലും ക്രൈസ്തവർക്കെതിരെയുള്ള വിദ്വേഷം തടയാൻ സമാനമായ രീതിയിൽ ഒരു മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചിട്ടില്ലെന്ന് പാർലമെന്റ് വിലയിരുത്തി. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ക്രൈസ്തവ സമൂഹങ്ങൾ നിലനിൽക്കുന്ന പശ്ചിമേഷ്യയിൽ അവർ നേരിടുന്ന കുടിയൊഴിപ്പിക്കലും വിവേചനവും പ്രമേയത്തിൽ പ്രത്യേകം അപലപിച്ചു. യൂറോപ്യൻ യൂണിയനിലെ കത്തോലിക്ക മെത്രാൻ സമിതികളുടെ കൂട്ടായ്മയായ കോമസ് ഈ പ്രമേയത്തെ സ്വാഗതം ചെയ്തു. ക്രൈസ്തവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ ഉടൻ തന്നെ ഒരു പ്രത്യേക യൂറോപ്യൻ കോർഡിനേറ്ററെ നിയമിക്കണമെന്ന് അവർ യൂറോപ്യൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. യൂറോപ്പിലെ വലതുപക്ഷ കൺസർവേറ്റീവ് പാർട്ടികളാണ് ഈ പ്രമേയത്തിനായി ശക്തമായി വാദിച്ചത്. ടു ദ ചർച്ച് ഇൻ നീഡ് പോലുള്ള സംഘടനകളുടെ പിന്തുണയും ഇതിനുണ്ടായിരുന്നു. എന്നാൽ തീവ്ര ഇടതുപക്ഷ ഗ്രൂപ്പുകളും ചില ഗ്രീൻ പാർട്ടി അംഗങ്ങളും ഈ പ്രമേയത്തെ എതിർത്തു. കഴിഞ്ഞ ജനുവരിയിൽ ലിയോ 14 പാപ്പയും സമാനമായ ആശങ്ക പങ്കുവച്ചിരുന്നു. ക്രൈസ്തവർ ഭൂരിപക്ഷമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും അവർക്കെതിരെ സൂക്ഷ്മമായ രീതിയിലുള്ള മതവിവേചനം പടരുന്നുണ്ടെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ പ്രമേയം രാഷ്ട്രീയ സ്വഭാവമുള്ളതാണെങ്കിലും വരും ദിവസങ്ങളിൽ ക്രൈസ്തവ സംരക്ഷണത്തിനായി നിയമപരമായ ചട്ടക്കൂടുകൾ നിർമ്മിക്കാൻ യൂറോപ്യൻ കമ്മീഷനെ ഇത് പ്രേരിപ്പിക്കുമെന്നാണ് കരുതപ്പെടുന്നത്.